ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിൻ്റെ പരമാധികാരം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എതിർകക്ഷികളായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബവും ഒക്കെ തന്നെ. ആ കേസിൽ വിധി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ രാജകുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം മാത്രം മതി, ഉടമസ്ഥാവകാശം വേണ്ട. ഇതിനനുസരിച്ച് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോടും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും പ്രതിനിധികളെ നിശ്ചയിക്കാൻ അവകാശപ്പെട്ടു. രണ്ട് പേരെ നിശ്ചയിക്കാനുള്ള അവകാശം മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ. ബാക്കിയുള്ളവരെ എല്ലാം അതിനകത്ത് ഭക്തജന പ്രതിനിധികളെയും ഉൾപ്പെടുത്താനായിട്ട് നിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു പൊതുപ്രവർത്തകൻ, ഈ രണ്ടുപേരെ മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ പട്ടികയിൽ നിന്നുള്ളൂ. ബാക്കി എല്ലാവരെയും നിശ്ചയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ആ ഭരണ സംവിധാനമാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു എങ്കിൽ ഇപ്പം എല്ലാം തന്നെ ചെമ്പായേനേം, ചെമ്പും അവിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടായേനേം, ശബരിമലയെക്കാളും മുമ്പ് തന്നെ.